Guys, welcome back to another video of Vetakara Vlogs. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു വീഡിയോ രംഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി പട്ട മീൻ മേടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രണ്ട് ചേട്ടന്മാർ. അപ്പോൾ നമ്മൾ UAE വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 9 മാസം നമ്മൾക്ക് ഇന്നേ വരെ നമ്മളൊരു മീൻപിടുത്തം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് വണ്ടർ ചെയ്ത് അങ്ങനെ അജ്മാലിലാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു കസിൻ റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ നിന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കടലുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വന്ന് കണ്ടപ്പോഴുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ രണ്ട് ചേട്ടന്മാരാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മുടെ ബംഗ്ലാദേശി ചേട്ടന്മാരാണ്, നമ്മുടെ സഹോദരന്മാരെന്ന് തന്നെ പറയാം. കാരണം മീനെയും കണ്ടിട്ടില്ല, കടലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ടോട്ടലി പണി അങ്ങനെ ബോറടിച്ചിരുന്ന സമയത്താണ് ഇവരെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഇവർ ചാടി ഒന്നും കാണിക്കേണ്ട വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ് നമുക്ക് അലോ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇപ്പം നിങ്ങളെ പറഞ്ഞ് അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നിങ്ങൾക്ക് കണ്ടോ, ലൈവ് മീൻപിടുത്തമാണ് കേട്ടോ. ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ട പെടയ്ക്കണ മീൻ. എന്തോരം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയാൻ പാടില്ല. വെയിലടിക്കുന്നതുകൊണ്ട് എനിക്ക് കണ്ണൊന്നും തുറന്ന് പിടിക്കാൻ പറ്റുന്നില്ല. നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വന്ന് രാവിലെ ആയുള്ളൂ കേട്ടോ. ഇവർ നല്ല അടിപൊളിയായിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ചറ മീൻ പിടുത്തമായിരുന്നു കേട്ടോ. ഇവർ യൂസ് ചെയ്യുന്ന ബെയ്റ്റ് നമ്മുടെ സാധാ കൊഞ്ചാണ്, ലൈവ് കൊഞ്ചായിരുന്നു. അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ അതിട്ടാണ് പിടിക്കുന്നത്. നിറച്ച് ഇതേ കണ്ടില്ല, ഈ ബക്കറ്റ് നിറച്ച് മീനാട്ടോ. ഒരു രക്ഷയില്ല. ഇതൊക്കെ എന്ത് ടൈപ്പ് മീനാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് സാൾട്ട് വാട്ടർ ഫിഷിങ്ങിന് ഇങ്ങനെ പോകുന്നത്, മീൻ കിട്ടുന്നതൊക്കെ. ഇത് നമ്മുടെ മീനല്ല കേട്ടോ, ഇത് ഈ ചേട്ടന്മാർ പിടിക്കുന്ന മീനാണിത്. तिलोपी जैसा है, रूप हमारा तिलोपी जैसा है ना. आप किधर से आ रहे हैं? बांग्लादेश. എന്തായാലും അടിപൊളി മീനാണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് ഈ ചുമ്മാ എറിയുന്നു പിടിച്ച് കിട്ടുന്നു അതേപോലത്തെ പരിപാടി കേട്ടോ. നൈസായിട്ട് മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് കുറച്ച് നേരമായി. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ടാണ് മീൻ പിടിക്കുന്നത്. ഇത് വറ്റ എന്ന് പറഞ്ഞ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു വറ്റ. എനിക്കറിയത്തില്ല കറക്റ്റ്. ഞാനിങ്ങനെ തോട്ടിലും പുഴയിലൊക്കെ കുളത്തിലൊക്കെ മീൻ പിടിച്ചിട്ടുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. കടൽ ഫിഷിങ് അത്ര പരിചയമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞാൽ എന്നെ കയറി ട്രോളരുത്. അപ്പോൾ ഇത് ആ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. വെയിറ്റ് യൂസ് ചെയ്യുന്നത് ഷ്രിമ്പാണ്, ചെമ്മീൻ. ഇവർക്ക് മീൻ ഇത് ഓൾറെഡി കുറേ പിടിച്ച് വെച്ചിട്ടുണ്ട്. അവർ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ അവർ അലോ ചെയ്തു. വേറെ അപ്പുറത്ത് നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വന്നിട്ട് കടലിൻ്റെ അടുത്ത് നമ്മൾ ഫിഷിങ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നല്ല സ്നേഹമുള്ള പയ്യന്മാരാണ്. ഇവിടെ ബോട്ട് പോണതാണ് കേട്ടോ. Yeah, they got some good catch. You also try just like this. Yeah, look, he's catching. Yeah, there he comes. Small one, but they are getting huge. എന്തൊക്കെയോ ഇതുവരെ കാണാത്ത കുറേ വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള മീനൊക്കെ ഇട്ടുണ്ട്. അക്വാറിയത്തിലൊക്കെ ഇടാൻ നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു. കുറേ നല്ല ഡിസൈനുള്ള മീനൊക്കെ വരുന്നുണ്ട്. പേരെന്നാന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയത്തില്ല. പെടക്കണ മീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതെ അടുത്ത അടി. നമ്മുടെ യെല്ലോ ടീഷർട്ട് ഇട്ട ബായിക്ക് അപ്പം തന്നെ അടുത്ത അടി കിട്ടി. ഇവന്മാരും ഇവിടെ റോഡ് റീലൊക്കെ ആയിട്ട് വന്ന് നല്ല വലിയ റോഡൊക്കെ ആയിട്ട് വന്ന് നല്ല പൂശിയിട്ട് ഒന്നും കിട്ടിയില്ല. ഒരു ഊർച്ചയിരിക്കുകയാണ്. അപ്പോൾ ആണ് നമ്മുടെ രണ്ട് ചേട്ടന്മാർ നൈസായിട്ട് കഴിച്ചുകൊണ്ട് ഇട്ട് അടിപൊളിയായിട്ട് മീൻ പിടിക്കണം. അപ്പോൾ ഇവർ മീൻ പിടിക്കണം കണ്ടിട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ദൈവം അടുത്തതാണ്. ഏകദേശം ഒരു ഹമൂറിൻ്റെയൊക്കെ ഒരു ഷേപ്പുള്ള മീനാണ്. എന്ത് മീനാണെന്ന് അറിയാൻ പാടില്ല.
നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് നോക്കാം. ആ മില 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 दो हुक डाल रहा है, दो कांटा डाल रहा है. അപ്പോൾ അധികം സമയമൊന്നും എടുക്കുന്നില്ല. ഇട്ടപ്പോൾ തന്നെ ഇവർക്ക് അടി കിട്ടുന്നുണ്ട്. നല്ല വെയിലേറ് വന്നു തുടങ്ങി. ഒരു മോർണിംഗ് ടൈമിലാട്ടോ നമ്മളത് ഇട്ടുള്ളൂ. സുഹൃത്തിന് നമ്മുടെ ബയ്യക്ക് അടി കിട്ടി. ഒരു മീൻ പറന്ന് വരുന്നുണ്ട് കേട്ടോ. മീൻ നല്ല ഫൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ല പവറുണ്ട്. ഇത് ആദ്യം കിട്ടിയുള്ളതൊരു വരയമീനാണ്. मिला मिला मिला. थैंक यू भाई, थैंक यू. आज छुट्टी है? नहीं आज छुट्टी नहीं है, हम लोग आज छुट्टी भी है. हाँ, मछली पकड़ना बहुत इंटरेस्ट है हमको भी है. हम उधर से इधर आके पूरा काम 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 घूम रहा है. अभी थोड़ा खुशी मिल रहा है तुम लोगों को देख रहे हो. मेरे इधर दोस्त लोगों के साथ सब दिन जा रहा था. अभी इधर आने के बाद काम के बाद टाइम नहीं है. एक दिन छुट्टी में क्या क्या करेगा. ഒട്ടും മടിച്ചില്ല നമ്മുടെ വയ്യ. അതേ അടുത്ത മീനെ പിടിച്ചു. ഇതെല്ലാം കിട്ടുന്ന സെയിം സ്പീഷീസ് തന്നെയാണ് കേട്ടോ. ദുബായിൽ നമ്മൾ ഫിഷിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തു. പക്ഷേ നമ്മളൊരു ദിവസം ഫിഷിങ്ങിന് ചെയ്യണം. എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ല വെയിലാണ് ഇവിടെ. പിന്നെ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു അലർജി പോലെ തോന്നുന്നുണ്ട്. ഡസ്റ്റിൻ്റെ ആണോ, ഞാൻ ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മീൻപിടുത്തത്തിലോട്ട് കിടക്കാം. പട്ടപ്പട്ട മീൻപിടുത്താണ്. ഇതാണ് സാധനം ഇവിടെ കിട്ടുന്നത്. താങ്ക് യു, बहुत शुक्रिया. अभी बहुत खुश हो रहे हैं क्योंकि इधर आके 6 मंथ हो गया. पहले बार मछली को पकड़ने अभी देख रहा है. उधर इंडिया से इधर आने के बाद केरला है. केरला तो ज़्यादा पकड़ता है. हाँ, मेरा घर भी थोड़ा मछली का फार्म जैसा है. उधर पूरा मछली को इधर आने से पहले पूरा मछली को बेच दिया. उसके बाद इधर आया. मिला. अभी तुम दोनों को देखने के बाद बहुत खुश हो रहे हैं क्योंकि ऐसा मौका हमको मिलना ये तो नामुमकिन है. क्योंकि उधर काम पूरा टाइम काम 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 है. कोई मजाक कुछ नहीं है. अटक गया जो मेड़ा मछली है. बड़ा नहीं है, पत्थर में है. നമ്മുടെ ബയ്യയുടെ ഹുക്ക് ഉടക്കിപ്പോയി. ഇതിൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ഫോട്ടോസാണ് എനിക്ക് കിട്ടുന്നത്. കറക്റ്റ് തന്നെ അത് തന്നെയാണോ എന്നറിയില്ല. ഞാൻ ഗൂഗിൾ ഫോട്ടോസിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. കലി ദോ ഏക് വെയിറ്റ് ദോ കാട്ട तुम्हारा तरीका. बड़ा कुछ मिल रहा है. ये आइटम मिल रहा है. रेड हॉर्स आपका फेवरेट ब्रांड है. मेरा दोस्त का भी फेवरेट है वो. ദുബായിലുള്ള എല്ലാ പാവപ്പെട്ടവന്മാരുടെയും ഏകദേശം ഫേവറേറ്റ് ബ്രാൻഡാണ് റെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ചാത്തൻ ബിയർ. 5 ദിർഹംസിൻ്റെ ബിയർ, അതാണ് ഇവന്മാരുടെ ഫേവറേറ്റ്. ഇവിടെ ഉണ്ട്.
ബ്രാൻഡിയാണ്. അല്ല ബ്രാൻഡി അല്ല, നമ്മുടെ എന്താണ് ബിയർ റെഡ് ഹോഴ്സ്. എല്ലായിടത്തും ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സാധനമാണ് അത്, അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അടുത്ത മീൻ ഇതാ വരുന്നു. അടുത്ത മീൻ ഈ സെയിം സ്പീഷീസ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് പിടിച്ചു കൂട്ടിയിട്ടാണ് മീനാണിത്. ഒരു രക്ഷയിലാട്ടോ. എന്തൂരാ നോക്കി, ഒരു വലിയൊരു ബക്കറ്റിൻ്റെ പാതിയോളം മീൻ നിറച്ച് കയറ്റിയിട്ടുണ്ട് അവർ. അപ്പോൾ ഒന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്കും കിട്ടും. അപ്പം നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് റോഡ് റീലൊക്കെ ആയിട്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ ഷാർജ എയർപോർട്ടിലാണ്. അപ്പോൾ അവിടെ എനിക്ക് അടുത്തുള്ള ഒരു കടലിൻ്റെ ഏരിയ റോളയാണ്. പക്ഷേ അവിടെ പോലീസൊക്കെ വരുന്നതാണ്. അവിടെ ലൈസൻസ് ഇല്ലാണ്ട് ഫിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അജ്മാലിൽ ലൈസൻസ് ഇല്ലാണ്ട് ഫിഷ് ചെയ്യാം, വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ അമ്മോ, ഇത് എന്ത് സാധനം അത്! 20 ഫീറ്റിൻ്റെ റോഡാണെന്ന് തോന്നുന്നു. ഇത് പിടിച്ച മീനൊരു ചെറിയ മീനാണ്, പക്ഷേ 20 ഫീറ്റിൻ്റെ റോഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര അപ്പ് ക്ലോസ് ആയിട്ട് ഞാൻ കാണുന്നത്. റോഡ് എൻ്റെ അമ്മു ഗായ്സ്, കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. 20 ഫീറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇത്രയും വലിയ ചൂണ്ടയിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ദൂരത്തായിട്ടുള്ള വലിയ മീനെ കിട്ടുമെന്നാണ് ഇവിടെ നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞത്. കടലിലെ പള്ളത്തി പോലെയുണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ ഞാൻ ഇതിന് മണ്ടത്തരൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ എന്നെ ട്രോളരുത്. കാരണം പള്ളത്തി പോലെയുണ്ട്, പള്ളയിൽ ഒരു തോട്ടൊക്കെ ഇട്ട്. അടുത്ത സാധനം അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ജെല്ലി ഫിഷാണ്. ഓ ഗൈസ്, ജെല്ലി ഫിഷ്. അടുത്ത മീനെ കിട്ടി. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈം കൊണ്ട് അപ്പ് ക്ലോസ് ഒരു ജെല്ലി ഫിഷിനെ കാണുന്നത്. ഞാൻ ആദ്യം കരുതി കൊച്ചുകുട്ടികളുടെ സ്നാക്കിയോ അങ്ങനെ എന്തോ പാമ്പേഴ്സ് പോലത്തെ എന്തോ സാധനമാണെന്നായിരുന്നു. പിന്നെ ജെല്ലി ഫിഷാണെന്ന് മനസ്സിലായത്. അവിടെ നിന്ന് അതിങ്ങനെ നീങ്ങി ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് കടൽമാക്കുകയോ കടൽ പറ്റുക എന്തോ ഒരു പേരാണ് പറയുന്നത്. എനിക്കറിയില്ല. ഞാനങ്ങനെ സാൾട്ട് വാട്ടർ ഫിഷിങ്ങിന് അധികം പോയിട്ടില്ല. ഒരു തവണ പോയിട്ടുള്ളൂ. അന്ന് ആ കൂടെ റോഡൊക്കെ പൊട്ടി എന്തൊരു വലിയ മീൻ പിടിച്ച് പൊത്തിൻ്റെ ഇടയിൽ കയറ്റി ആ കൂടെ ഷോക്കായിട്ട് തിരിച്ചു വരികയത്. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ സാൾട്ട് വാട്ടർ ഫിഷിങ്ങിനൊക്കെ ഇറങ്ങുന്നത്. ഇങ്ങനെ എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഇവിടേക്ക് വന്നിട്ട് ഇവർ നമ്മളെ തഴഞ്ഞില്ല, ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് വീഡിയോ പിടിക്കാനൊക്കെ ആലോചിച്ചു. ഞാൻ കുറച്ച് വായ്ത്താളൊക്കെ അടിച്ച് ഇവർ വെറുപ്പിച്ചെങ്കിലും ഇവർ നമ്മളെ ഫിഷ് വീഡിയോ എടുക്കാൻ നമ്മൾ അനുഭവമൊക്കെ ചെയ്തു. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു കേട്ടോ. എന്തായാലും വീഡിയോയ്ക്ക് ഇത്തിരി ചെറിയ ഷേക്കിംഗ് ഒക്കെ ഉണ്ട്, സ്റ്റെബിലിറ്റി കുറവുണ്ട്. കാരണം നല്ല വഴുക്കലുള്ള പാറയാണ്, സൂക്ഷ്യം കണ്ടുനിന്നിൽ തെന്നിയടിച്ച് വീഴും. അപ്പോൾ വീഡിയോക്കുള്ള ഷേക്കിംഗ് ഒക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഉള്ളുള്ള മീനാണ്, കണ്ട സിലോപ്പി പോലത്തെ ടൈപ്പ് സാധനമാണ്. പെട്ടക്കണ മീൻ എന്നാ സാധനം എന്നൊരു പിടുത്തമല്ല. ചെറിയ മീനാണ്. ചെമ്മീനാണ് ഇവർ ബെയിറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ചെമ്മീൻ ഇട്ടിടുന്നു, പട്ട അടിക്കുന്നു. ആ പൊളി. അടുത്തടിച്ചു തോന്നുന്നു. ഈ നമ്മുടെ ചേട്ടനിട്ട് അപ്പം തന്നെ പടപടാ മീൻ അടിച്ച് കയറുകയാണ് കേട്ടോ. എൻ്റെ വോയിസ് എന്തൊരു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നത് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാനൊരു മൈക്ക് വലിയ യൂസ് ചെയ്യേണ്ടി വരും. നല്ല കടലിപ്പോൾ ഇതിലൂടെ റഫായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. സൗണ്ടും കയറി വരുന്നുണ്ട്. വോയിസ് ക്ലാരിറ്റി എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ റൂമിൽ ചെന്നിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ സിംഗിൾ കാസ്റ്റിൽ ഇവർ വേറെ അധികം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു ചെറിയ ഇരുമ്പിൻ്റെ റോഡ് വെയിറ്റായിട്ട് രണ്ട് ചൂണ്ടക്കുളത്ത് താഴെ മേളിലായിട്ട് സെയിം ലൈനിൽ തന്നെ കെട്ടിയിട്ടേക്കാണ്. അത് എറിയുന്നു കൈച്ചൂണ്ട. ഇത്രേ ഉള്ളൂ കലാപരിപാടി. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മീനടിക്കുക. ഒരു മിനിറ്റ് മതി. ഓക്കെ ഡാൻ. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ മീൻപിടുത്തം കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് കയറി പോവാണ്. നമ്മളും പോവാണ്. അപ്പം എന്താണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതിനേക്കാൾ ഇത്രയോടെ മനോഹരമായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വേട്ടക്കാരൻ വ്ലോഗ് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് യുവർ വൺ ആൻഡ് ഓൺലി വേട്ടക്കാരൻ സൈനിങ് ഔട്ട്. ബൈ.